ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മൂന്നാമത്തെ ക്വാർട്ടറിലെ യെരുശലേം വിവാദങ്ങൾ എന്ന തലക്കെട്ടോടുകൂടിയ 9ാമത്തെ പാഠമാണ് നമ്മളിന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. ഈ പാഠത്തിൽ നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 11ാം അധ്യായം മുഴുവനും, അതേപോലെ 12ാം അധ്യായത്തിൻ്റെ 1 മുതൽ 34ാമത്തെ വാക്യം വരെയും വിശകലനം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ 1 രാജാക്കന്മാർ, സെഖരിയ പുസ്തകത്തിൻ്റെ ചില ഭാഗങ്ങൾ, യെശയ്യാവിൻ്റെ, യെരമ്യാവിൻ്റെ പുസ്തകത്തിലെ ചില ഭാഗങ്ങളും കൂടെ ഇന്ന് പഠിക്കുന്നതാണ്. ഇന്നത്തെ ഈ പാഠത്തിൻ്റെ മനഃപ്പാഠവാക്യമായിട്ട് നമ്മളെല്ലാവരും മനസ്സിൽ പഠിച്ചിരിക്കേണ്ട വാക്യം: നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ. മർക്കോസ് 11:25. പാഠം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അടിയങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയവാഴ്ത്തപ്പെട്ട പിതാവേ, തിരുസന്നിധിയിൽ അടിയങ്ങളിരിക്കുന്നു. അങ്ങയുടെ വചനത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് അടിയങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ അവിടുത്തെ കൃപയും സാന്നിധ്യവും കൂടെ ഇരിക്കണം നാഥ. ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉടൻ തുറക്കണം, ഞങ്ങളുടെ ചിന്തകളെ തുറന്ന് ഇതെല്ലാം ഗ്രഹിക്കുവാൻ ഞങ്ങളെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. യേശുവിൻ്റെ പൊന്നുനാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയുടെ കേൾക്കണം സ്വർഗീയ പിതാവേ. യെരുശലേം വിവാദങ്ങൾ എന്നാണ് ഈ പാഠത്തിൻ്റെ തലക്കെട്ട്. നമ്മൾ 3ാമത്തെ പാഠം പഠിച്ചപ്പോൾ മർക്കോസ് 2ാം അധ്യായത്തിലും 3ാം അധ്യായത്തിലും പരാമർശിച്ചിരിക്കുന്ന മറ്റ് ചില വിവാദങ്ങളെക്കുറിച്ച് പഠിച്ചു. ഏകദേശം 5 വിവാദങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. മനുഷ്യപുത്രന് പാപങ്ങളെ ക്ഷമിക്കാൻ പറ്റുമോ, ശബദിൽ വിഹിതമല്ലാത്തത് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള കുറേ വിവാദങ്ങളുണ്ടായിരുന്നു. അതിനെല്ലാം യേശുനാഥൻ നല്ല ഉത്തരങ്ങൾ അവർക്ക് കൊടുത്തിരുന്നു. അതേപോലെ ഈ 9ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഒരു 6 വിവാദങ്ങൾ ആണ് ഇതിൽ. 9ാമത്തെ പാഠത്തിലെ 6 വിവാദങ്ങളാണ് നമ്മൾ വിശകലനം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ 2 വിവാദങ്ങളും ഈ 3ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചതും അതുപോലെ 9ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മർക്കോസ് 11ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ഈ 2 വിവാദങ്ങളെയും പറയുന്നത് ഇംഗ്ലീഷിൽ അതെങ്ങനെയാണ് പറയുന്നത്: ദ 2 sets of controversies are like bookends of his earthly ministry. bookends of his earthly ministry എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ഭൗമിക ശുശ്രൂഷയിൽ ഈ 2 വിവാദങ്ങൾ ബുക്ക് എൻസ് ആയിട്ടാണ് നിൽക്കുന്നത്. ബുക്ക് എൻസ് എന്ന് പറഞ്ഞാൽ മീനിങ്, നമ്മൾ ഒരു ലൈബ്രറിയിൽ അല്ലെങ്കിൽ ഒരു ബുക്ക് ഷെൽഫിൽ നമ്മൾ ബുക്കുകൾ അടുക്കി വെക്കുമ്പോൾ അതിൻ്റെ 2 സൈഡിലും വെക്കുന്ന 2, ചിലപ്പോൾ തടിയുടെ എന്തെങ്കിലും ഒരു പീസായിരിക്കാം, അല്ലെങ്കിൽ മെറ്റലിൻ്റെ എന്തെങ്കിലും പീസായിരിക്കാം. ആ ബുക്കുകൾ നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന ആ സാധനങ്ങളെയാണ് ബുക്കെൻസ് എന്ന് പറയുന്നത്. അതേപോലെ യേശുവിൻ്റെ ഈ എർത്തലി മിനിസ്ട്രി, ഭൗമിക ശുശ്രൂഷയ്ക്ക് വളരെയധികം സപ്പോർട്ട് കൊടുക്കുന്ന 2 തരത്തിലുള്ള വിവാദങ്ങളാണ് ഈ 2 സ്ഥലത്തും. അത് മർക്കോസിൻ്റെ 3ാം അധ്യായത്തിൽ യേശുവിൻ്റെ ഭൗമിക ശുശ്രൂഷയുടെ ആരംഭത്തിൽ യേശു അഭിമുഖീകരിച്ച വിവാദങ്ങൾ, അതിന് യേശുനാഥൻ നൽകിയ ആ മറുപടികൾ, അതേപോലെ ഈ അവസാനം യേശുവിൻ്റെ ശുശ്രൂഷയുടെ അവസാനം, ഭൗമിക ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് കടന്നിരിക്കുന്ന ഈ മർക്കോസ് 11ാം അധ്യായത്തിലെ വിവാദങ്ങളും അതിന് യേശുനാഥൻ കൊടുക്കുന്ന മറുപടികളും എല്ലാം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ പ്രായോഗിക ജീവിതത്തിലെല്ലാം വളരെയധികം സഹായിക്കുന്നതും, യേശുവിൻ്റെ എർത്തലി മിനിസ്ട്രി അല്ലെങ്കിൽ ഭൗമിക ശുശ്രൂഷ എന്തിനുള്ളതായിരുന്നു, തൻ്റെ ദൗത്യം എന്തായിരുന്നു എന്നുള്ളതിന് കൂടുതൽ ഉറപ്പിക്കുന്നതിന് ബലം നൽകുന്നതാണ് ഈ 2 തരത്തിലുള്ള വിവാദങ്ങളും അതിൻ്റെ യേശു നൽകുന്ന മറുപടി. അപ്പോൾ അതാണ് നമ്മൾ ഈ പാഠത്തിൽ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. യേശുവിനെ ഈ വിവാദങ്ങളെല്ലാം അവർ കൊണ്ടുവന്നത് എപ്പോഴും യേശുവിനെ നേരിടാനും അല്ലെങ്കിൽ യേശുവിനെ പരാജയപ്പെടുത്താനും കുഴയ്ക്കാനൊക്കെ ആയിട്ടാണെങ്കിലും അവരൊരു സ്ഥലത്തും വിജയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. നമുക്കെന്തായാലും അടുത്ത പാഠത്തിലേക്ക് പോകാം. അത്
10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഗലീലയിലെ തൻ്റെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഗലീലിയ തടാകത്തിൻ്റെ അക്കരെയും ഇക്കരെയും പല പ്രാവശ്യം യേശു സഞ്ചരിച്ച് പല അത്ഭുത പ്രവൃത്തികൾ ചെയ്തു, അവരെ ഉപദേശിച്ചതായിട്ട് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ച് ഗലീല വിട്ട് യഹൂദ ദേശത്തേക്ക് യേശുക്രിസ്തു വരുന്നതായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് 8-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യവും 9-ാം അധ്യായത്തിന് 31-ാമത്തെ വാക്യവും 10-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യവും ഇവിടെ എല്ലാം യേശു തനിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. 10-ന്റെ 33 ഇങ്ങനെ പറയുന്നത്, ഇതാ യെരുശലേമിലേക്ക് പോകുന്നു, അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും കയ്യിലേൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിച്ച് ജാതികൾക്ക് ഏൽപ്പിക്കുകയും അവർ അവനെ പരിഹസിക്കുകയും തുപ്പുകയും തല്ലുകയും കൊല്ലുകയും 3-ാം നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഇന്നിങ്ങനെ തനിക്ക് സംഭവിക്കാനുള്ളത് പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഈ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് യേശുനാഥൻ പറഞ്ഞു, എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്തിനാണ് നമ്മൾ യെരുശലേമിലേക്ക് പോകുന്നത് എന്നെല്ലാം പറഞ്ഞെങ്കിലും ശിഷ്യന്മാർക്ക് അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം ഗ്രഹിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നാണ് 9-ന്റെ 31 പറയുന്നത്. അവർക്കത് ഗ്രഹിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് യെരുശലേമിലേക്ക് പോവുകയാണ്. ഇതിനു മുമ്പ് യേശു എപ്പോഴൊക്കെ പരീശന്മാരുടെ അല്ലെങ്കിൽ യഹൂദന്മാരുമായിട്ടൊക്കെ മുട്ടേണ്ടി വന്നപ്പോഴും അല്ലാതെ ചില അത്ഭുത പ്രവൃത്തികൾ കാണിച്ചപ്പോഴും പറയുന്നത്, ഇത് ആരും പ്രസിദ്ധമാക്കരുതെന്ന് പറഞ്ഞു. കാരണം തൻ്റെ മുന്നോട്ടുള്ള മിനിസ്ട്രിയിൽ അത് വളരെ തടസ്സം ചെയ്യും എന്ന് അറിയാമായതുകൊണ്ടാണ് ഇതൊന്നും ആരും പ്രസിദ്ധമാക്കരുതെന്ന് പറഞ്ഞത്. പക്ഷെ അങ്ങനെ പറഞ്ഞ യേശു ഇപ്പോൾ യെരുശലേമിലേക്ക് പ്രവേശിക്കുന്ന ഒരു വലിയ ട്രയംഫൻറ്റ് എൻട്രി എന്നാണ് പറയുന്നത്. വിജയകരമായ ഒരു പ്രവേശനം എന്നാണ് പറയുന്നത്. യേശുവിൻ്റെ വിജയകരമായ ഒരു പ്രവേശനമാണ് നമ്മളവിടെ കാണുന്നത്, യെരുശലേമിലേക്ക് പോകുന്നത്. എല്ലാവർക്കും അറിയാം യേശു ക്രിസ്തു യെരുശലേമിലേക്ക് പോയത് എങ്ങനെയാണെന്ന്. യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്നതിന് ഒരു കഴുതയെ കൊണ്ടുവരുവാൻ 2 ശിഷ്യന്മാരെ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് യേശു അയക്കുന്നതാണ് ഈ കഥയിലെ പകുതി ഭാഗം. ഈ വിവരണത്തിൽ എന്തിനാണ് ഇത്രയും സമയം ചെലവിട്ടിരിക്കുന്നത് എന്നൊരു ചോദ്യം നമ്മുടെ പുസ്തകത്തിലുണ്ട്. അപ്പോൾ അതിന് ഉത്തരവും കൊടുത്തിട്ടുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ നോക്കുമ്പോൾ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടാണ്. അതിൽ കഴുതയെയും അതിൻ്റെ കുട്ടിയെയും രണ്ടിനെയും കൊണ്ടുവരാൻ പറയുന്നതായിട്ട് കാണുന്നു. മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ എപ്പോഴും നോക്കുമ്പോഴെല്ലാം ചുരുങ്ങിയ കാര്യങ്ങളാണ്. മർക്കോസ് ഒത്തിരി ഡീറ്റെയിൽസ് കൊടുക്കാറില്ല, ഒത്തിരി വിവരണം ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ മർക്കോസ് ഒരു കഴുതക്കുട്ടിയെ കൊണ്ടുവരാനായിട്ടാണ് പറയുന്നത്. ആ കുട്ടിയെ കൊണ്ടുവന്ന് അതിൽ കയറി പോകുവാനായിട്ടാണ് യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത്. ഇവിടെ യേശു എല്ലാവരെയും അറിയിച്ചുകൊണ്ടായിരുന്നു പോയത്. ശരിക്കും പറഞ്ഞാൽ ഒരു ശക്തിമാനായ രാജാവ് അല്ലെങ്കിൽ ഒരു യോദ്ധാവായിട്ടുള്ള ഈ എർത്തിലി അല്ലെങ്കിൽ ഈ ഭൂമിയിൽ പലതിനെയും കീഴടക്കണം എന്ന് ആഗ്രഹിക്കുന്ന രാജാക്കന്മാരൊക്കെ കുതിരപ്പുറത്ത്, വളരെ വേഗതയേറിയ മൃഗമായ കുതിരപ്പുറത്ത്, ശക്തിയുടെ അടയാളമായ കുതിരയുടെ പുറത്തൊക്കെയാണ് പോകുന്നത്. പക്ഷേ ഇവിടെ യേശുനാഥൻ ഒരു താഴ്മയുടെ അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ അടയാളമായ ഒരു കഴുതയുടെ പുറത്താണ് കയറി വരുന്നത്. അത് സെഖരിയ പ്രവാചകൻ പറഞ്ഞ ഒരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണം തന്നെയായിരുന്നു. സെഖരിയാവ് 9-ാം അധ്യായത്തിൽ നമുക്കത് വായിക്കാനായിട്ട് പറ്റും. 9-ന്റെ 9-ഉം 10-ഉം വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരുശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായ കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നീതിമാനാണ്, ജയശാലിയാണ്, താഴ്മയുള്ളവനാണ്. അങ്ങനെയാണ് യേശുക്രിസ്തു വരുന്നത്. നീതിമാനാണ്, തൻ്റെ എല്ലാ പ്രവൃത്തികളിലും നീതിമാനായിരുന്നു. നീതിയെ ഇഷ്ടപ്പെടുന്ന ഒരു രാജാവായിരുന്നു യേശു. അതേപോലെ ജയശാലിയായിരുന്നു. മറ്റു രാജ്യങ്ങളെ കീഴടക്കി അങ്ങനെ ജയിച്ചതല്ല, തൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും പിശാചെന്ന തൻ്റെ ശത്രുവിനെ മേൽ ജയം വരിച്ച ഒരു ജയാളിയായിട്ടും
അതുപോലെ താഴ്മയുള്ളവനുമായിട്ടാണ് യേശു ആ കഴുതപ്പുറത്ത് കയറി വരുന്നത്. അത് പ്രവചന നിവൃത്തിയായിരുന്നു അവിടെ നടന്നത്. നമ്മൾ വായിച്ചിട്ടുണ്ട്, യേശുനാഥൻ തന്നെ പറയുന്നു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെ നീക്കുവാനല്ല നിവർത്തിപ്പാനായിട്ടാണ് വന്നത്. പ്രവചനത്തിൽ എന്തെല്ലാം യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നിവൃത്തിയാകുകയായിരുന്നു യേശുവിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം യേശുവിൻ്റെ ജനനത്തിന് 500 വർഷം മുമ്പ് സെഖരിയ പ്രവാചകൻ പ്രവചിച്ചതായിരുന്നു. അപ്പോൾ ഈ എൻട്രി എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. അത് യെരുശലേമിനോട് സമീപിച്ച് ഒലിവ് മലയ്ക്കരികെ ഒരു മലയരികെ ബെത്ഫാഗയിലും ബഥാനിയയിലും എത്തിയപ്പോൾ അവൻ ശിഷ്യന്മാർ 2 പേരെ അയച്ചവരോട്, 2 തൊട്ടടുത്തുള്ള 2 ഗ്രാമങ്ങളായിരുന്നു, ബെത്ഫാഗയും ബഥാനിയും. അപ്പോൾ അതിന് ബെത്ഫാഗയെ പറയുന്ന പ്ലേസ് ഓഫ് ഫിഗ്സ് എന്നാണ്, അതുപോലെ ബഥാനിയയെ പറയുന്ന പ്ലേസ് ഓഫ് ഡേറ്റ്സ് എന്ന്. അതൊരു കമൻട്രിയിൽ ഞാൻ വായിച്ചതാണ്, പ്ലേസ് ഓഫ് ഡേറ്റ്സ്. പക്ഷെ വേറെ ചില സ്ഥലത്ത് വേറൊരു മീനിങ് പറയുന്നുണ്ട് ബഥാനിയെക്കുറിച്ച്. ഏതായാലും അങ്ങനെയുള്ള സ്ഥലത്ത് അത് ഒലിവ് മലയുടെ അരികെയാണ്, യെരുശലേമിനോട് അടുത്തുള്ള ഒലിവ് മലയുടെ കീഴിലായിട്ട് അല്ലെങ്കിൽ താഴ്വാരത്തിലായിട്ടുള്ള 2 സ്ഥലങ്ങളാണ്. അവിടെ നിന്ന് വരുന്നപ്പോഴും അവർ ശിഷ്യന്മാർക്ക് ആ 2 പേർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കും, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്ന കാണും, അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ. അപ്പോൾ 2 യേശു ബഥാനിയയിലാണെന്നാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അതിനു മുമ്പുള്ള ശീമോൻ്റെ വീട്ടിൽ അത്താഴത്തിന് പോകുന്നതും മറിയ സ്വച്ഛജഡമാംസ തൈലം കൊണ്ടുവന്ന് യേശുവിനെ അഭിഷേകം ചെയ്യുന്നതൊക്കെ ആ സമയത്ത് ബഥാനിയയിലായിരുന്നു എന്നാണ് അവർ റെക്കോർഡുകൾ രേഖപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ട്രയംഫൽ എൻട്രിക്ക് വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ ബഥാനിയ എന്ന് വരുമ്പോൾ അടുത്ത ഗ്രാമത്തിൽ അല്ലെങ്കിൽ എതിരെയുള്ള ഗ്രാമം എന്ന് പറയുന്നത് ബെത്ഫാഗ ആയിരിക്കണം എന്നാണ് ഇത് തിയോളജിയൻസൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ കമൻട്രിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്നത് എന്തെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുവിൻ, അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ട് അയക്കും എന്ന് പറഞ്ഞു അവർ പോയി തെരുവിൽ പുറത്ത് വാതിൽക്കൽ കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ട് അതിനെ അഴിച്ചു. അവിടെ നിന്നവരിൽ ചിലർ അവനോട്, നിങ്ങൾ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. യേശു കൽപ്പിച്ചതുപോലെ അവർ അവരോട് പറഞ്ഞു. അവർ അവരെ വിട്ടയച്ചു. അവർ കഴുതക്കുട്ടി യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, തങ്ങളുടെ വസ്ത്രം അതിന്മേലിട്ടു, അവൻ അതിന്മേൽ കയറിയിരുന്നു. അനേകർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു, മറ്റു ചിലർ പറമ്പുകളിൽ നിന്ന് ചില്ലിക്കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. മുമ്പും പിൻപും നടക്കുന്നവർ, ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, വരുന്നതായ രാജ്യം നമ്മുടെ പിതാവായ ദാവീദിൻ്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ട്രയംഫൽ എൻട്രിയിൽ നടന്ന, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെയുള്ള കാര്യങ്ങളാണ് അവിടെ നടന്ന്. ഹോശന്ന എന്നുള്ള വാക്ക്, അതിൻ്റെ ഉത്ഭവം, ആ വാക്കിൻ്റെ അർത്ഥം, മെയിനായിട്ടുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആരംഭത്തിലുള്ള അതിൻ്റെ അർത്ഥം ഇപ്പോൾ രക്ഷിക്കുക എന്നായിരുന്നു. പക്ഷേ പിന്നീട് അത് ദൈവത്തിന് സ്തോത്രം പറയുന്ന ഒരു വാക്കായിട്ട് മാറി ഹോശന്ന എന്നുള്ളത്. അങ്ങനെ മാർക്കോസിൽ അധിക ഭാഗവും നമുക്കറിയാം. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച പാഠങ്ങളിലെല്ലാം ഓരോ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുമ്പോഴും യേശു പറയും, ഇത് നിങ്ങൾ പ്രസിദ്ധമാക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ യേശുനാഥൻ എല്ലാവരും അറിയിച്ചുകൊണ്ടാണ് യെരുശലേമിലേക്ക് പോകുന്നത്. കാരണം ഒരു കമൻട്രിയിൽ ഞാനിങ്ങനെ വായിച്ചത്, യേശുനാഥൻ തന്നെ ചിലരെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു, ഇങ്ങനെ ഒരു കഴുതക്കുട്ടിയെ ചോദിക്കാൻ എൻ്റെ ശിഷ്യന്മാർ വരും, അവർക്ക് കൊടുക്കണം. അപ്പോൾ അവരോട് ഇങ്ങനെ ആയിരിക്കും പറയുന്നത്, എന്തിനാണെന്ന് നിങ്ങൾ ചോദിക്കണം എന്ന്. അപ്പോൾ അവർ പറയും കർത്താവിന് ആവശ്യമുണ്ട് എന്ന് പറയും. അപ്പോൾ അത് ശരിയാണോ ഇല്ലയോ എന്നറിയത്തില്ല, അതോ യേശുവിൻ്റെ ദൈവികമായ ജ്ഞാനം കൊണ്ടാണ് അങ്ങനെ ഒരു കഴുതക്കുട്ടി അവിടെ നിൽപ്പുണ്ട്, നിങ്ങളിങ്ങനെ ചോദിക്കണം എന്ന് പറയുന്നത് എന്ന് നമുക്കറിയത്തില്ല. എന്തായാലും യേശുനാഥൻ അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. കാരണം ഇങ്ങനെ ഒരു പ്രവേശനം ആഗ്രഹിച്ചിരുന്നു.
താൻ ചെയ്യാൻ പോകുന്ന വലിയ തൻ്റെ ദൗത്യം, ഇത്ര നാളും ഉണ്ടായ തൻ്റെ ഭൗമിക ശുശ്രൂഷയാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ആ ദൗത്യം, തൻ്റെ ഇത്രയും നാളത്തെ ശുശ്രൂഷയുടെ അവസാന ഭാഗം, അതെല്ലാവരും അറിയണം, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം എന്നും എല്ലാവരും വിശ്വസിക്കണമെന്നും യേശു ആഗ്രഹിച്ചിരുന്നു. അതിനാണ് അങ്ങനെ ഒരു ട്രയംഫൽ എൻട്രി ആയിട്ട് യേശുനാഥൻ യെരൂശലേമിലേക്ക് കടന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്ന ആശയം താഴ്മയുടെ ആശയത്തെ അഭയം പ്രാപിച്ചു. എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് അത് അത്രയും പ്രധാനപ്പെട്ട ഒരു സ്വഭാവവിശേഷമായിരിക്കുന്നത്? നമുക്കറിയാം, യേശുനാഥൻ വന്നപ്പോൾ ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, ക്രിസ്തേശുവിലുള്ള ഭാവം തന്നെ നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ. എല്ലാ മഹിമകളും, സ്വർഗീയ മഹിമകളും വെടിഞ്ഞ് ഏറ്റവും താണ നിലയിലേക്ക് വന്ന യേശുനാഥൻ. അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും മേളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളെ നമ്മൾ കാണുന്നുണ്ട്. യെശയ്യാവ് 14-ാം അധ്യായത്തിൽ ലൂസിഫറിൻ്റെ ആഗ്രഹം. യേശു ദൈവത്തോട് സമനായിരുന്നു, ആ സമത്വം മുറുകെ പിടിക്കാതെ താഴേക്ക് വന്നു. പക്ഷേ ലൂസിഫർ ആഗ്രഹിച്ചത് എനിക്ക് അത്യുന്നതനോട് സമനാകണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നമ്മളെപ്പോഴും ക്രിസ്ത്യാനികൾ, ക്രിസ്തുവിൻ്റെ അനുയായികൾ ആയതുകൊണ്ട് ക്രിസ്തുവിൻ്റെ പാതയിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. താഴ്മയുള്ളവരായിരുന്ന അതാണ് എപ്പോഴും ശാശ്വതമായിട്ടുള്ളത്. മറ്റേത് സദൃശവാക്യങ്ങൾ പറയുന്നത് പോലെ നാശത്തിന് മുമ്പേ ഗർവം എന്നാണ് പറയുന്നത്. എപ്പോഴും നമ്മൾ ഗർവമുള്ളവർ അല്ലെങ്കിൽ അഹങ്കാരമുള്ളവരാകുമ്പോൾ അത് നാശത്തിലേക്കായിരിക്കും നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും യേശുവിൻ്റെ സ്വഭാവമായ ആ താഴ്മ ധരിക്കുന്നവരായി തീരുക. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ഭാഗം, ഈ യെരൂശലേമിലേക്ക് കടന്നു കഴിഞ്ഞിട്ട് ആദ്യം ചെയ്തത്, യേശുവിൻ്റെ ദൗത്യം ഒരു ഭൗമിക രാജ്യം ഉണ്ടാക്കുക എന്നുള്ളതല്ലായിരുന്നു. അതായിരുന്നെങ്കിൽ യേശു നേരെ പാലസിലേക്കായിരിക്കും പോകുന്നത്. കൊട്ടാരത്തിൽ ചെന്ന് അവിടുത്തെ രാജാവുമായിട്ടൊക്കെ സംസാരിച്ച് നീ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം ചെയ്യേണ്ടിയത്. പക്ഷേ യേശുവിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് സ്പിരിച്വലായിരുന്നു, ആത്മീയമായിട്ടുള്ളതായിരുന്നു. അതുകൊണ്ടാണ് യേശു നേരെ ചെന്നത് ദൈവാലയത്തിലേക്കാണ്. ദൈവാലയത്തിലേക്ക് ചെന്നിട്ട് യെരൂശലേമിലെ യഹൂദന്മാരുടെ ദൈവാലയത്തിൽ ചെന്നിട്ട് സകലവും ചുറ്റും നോക്കിയ ശേഷം നേരം വൈകിയതുകൊണ്ട് 12 കൂടെ ബഥാനിയയിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ രാവിലെ ഈ യാത്ര തുടങ്ങി യെരൂശലേം ദൈവാലയത്തിൽ എത്തിയപ്പോഴേക്കും നേരം വൈകുന്നേരം 3-4 മണിയൊക്കെ ആയി. അപ്പോൾ അവിടെ യേശു ചെന്നിട്ട് എന്ത് ചെയ്തു, ചുറ്റും നോക്കി അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടു. പക്ഷെ ഒന്നിനും പ്രതികരിച്ചില്ല. നമ്മൾ പിന്നീട് കാണാം, യേശു പ്രതികരിക്കുന്നതായിട്ട് കാണാം. പക്ഷെ അന്ന് നേരം വൈകിയതുകൊണ്ട് അവർ തിരിച്ച് ബഥാനിയയിലേക്ക് പോയി എന്നാണ് കാണുന്നത്. പിന്നെ ബഥാനിയയിൽ നിന്ന് പിറ്റേ ദിവസം രാവിലെ മർക്കോസ് 11-ാം അധ്യായം 12 തുടങ്ങി 26 വരെയുള്ള ഭാഗമാണ് അടുത്ത പാഠത്തിലുള്ളത്. പിറ്റേന്നാൾ അവർ ബഥാനി വിട്ടുപോരുമ്പോൾ അവന് വിശന്നു. അവൻ ഇലയുള്ളൊരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ട് അതിൽ വല്ലതും കണ്ടുകിട്ടുമോ എന്ന് വെച്ച് ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇല അല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് യേശുനാഥൻ ബഥാനി വിട്ടുപോകുമ്പോൾ, അപ്പോൾ താമസിച്ച സ്ഥലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലായിരുന്നു തോന്നുന്നു. രാവിലത്തെ പ്രാതലൊന്നും കഴിച്ചില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും വിശന്ന്. പിറ്റേന്നാൾ അവർ ബഥാനി വിട്ടു പോരുമ്പോൾ അവന് വിശന്നു. അങ്ങനെയാണ് ഇലയുള്ളൊരു അത്തിവൃക്ഷം കണ്ടത്. ഇലയുള്ളൊരു അത്തിവൃക്ഷം കണ്ടപ്പോൾ അതിൽ വല്ലതും കണ്ടുകിട്ടുമോ എന്ന് വെച്ച് ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇല അല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു. അപ്പോൾ അവിടെ എന്താണ് നമുക്കൊരു വിവാദമായിട്ടാണ് അത് തോന്നുന്നത്, അല്ലേ? ഒരു വിരോധാഭാസം പോലെ. അത്തിപ്പഴത്തിൻ്റെ കാലം അല്ലായിരുന്നു, എന്നിട്ടും യേശു അതിൽ വല്ലതും ഉണ്ടാകും എന്ന് വെച്ച് പോയി. അത് പല കമൻട്രിയിൽ ഞാൻ വായിച്ചിട്ടുള്ളത്, അവിടെ ഫസ്റ്റ് റൈപ്പ് ഫിഗ് എന്ന് പറയുന്ന, ആദ്യം ഇല ഉണ്ടാകുന്നതിന് മുമ്പേ അത്തിമരങ്ങളിൽ ഇങ്ങനെ പഴങ്ങൾ ഉണ്ടാകാറുണ്ട്. ഫസ്റ്റ് റൈപ്പ് ഫിഗ് എന്നാണ് പറയുന്നത്. അത്തിപ്പഴങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് ഇലകളൊന്നും കാണുന്നതിന് മുമ്പേ വരും.
അപ്പോൾ ഇലകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ എന്തായാലും ആ പഴങ്ങളെല്ലാം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും യേശു ചെന്നത്. പ്രത്യേകിച്ചും യേശുവിന് അന്ന് വിശന്നിട്ട് തന്നെ ഒരു ഫുൾ മനുഷ്യനായിരുന്നല്ലോ യേശു ക്രിസ്തു, പൂർണ്ണനായ ഒരു മനുഷ്യനുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ അത്തിപ്പഴത്തിൻ്റെ അടുത്ത് ചെന്നത്. അപ്പോൾ കിട്ടിയില്ല. അപ്പോഴാണ് അതിൻ്റെ ഒരു ആത്മീയമായ അർത്ഥവും കൂടെ യേശു ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. കാരണം യേശുവോടെ പറയുന്നത്, അവൻ അതിനോട്, ഇനി നിന്നിൽ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാരത് കേട്ടു. അപ്പോൾ അത്തിവൃക്ഷം എപ്പോഴും ബൈബിളിൽ പ്രത്യേകിച്ച് 2-3 സ്ഥലങ്ങളിലെല്ലാം കാണിച്ചിരിക്കുന്നത് ഇസ്രായേൽ നേഷനെ കുറിച്ചാണ്. യഹൂദ ജാതിയെയാണ് അത് കാണിക്കുന്നത്. ദൈവം തിരഞ്ഞു ചെന്നത്, എപ്പോഴും ദൈവം നോക്കുന്നതും അന്ന് യഹൂദ ജാതിയോടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മളെ ഓരോരുത്തരെയാണ് ദൈവം നോക്കുന്നത്. നമ്മളിൽ ആത്മീയമായിട്ടുള്ള ഫലങ്ങളുണ്ടോ എന്നാണ് ദൈവം നമ്മളിൽ നോക്കുന്നത്. അന്ന് നോക്കിയത് അത് തന്നെ. അതുകൊണ്ടാണ് അതിനോട് അങ്ങനെ പറഞ്ഞു, ഇനി ഒരിക്കലും നിന്നിൽ ഫലം ഉണ്ടാകാതിരിക്കട്ടെ എന്ന്. ദൈവം അതിൻ്റെ ആത്മീയമായിട്ടുള്ള അർത്ഥം എടുത്തുകൊണ്ടാണ് പറയുന്നത്. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അതുകൊണ്ട് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷത്തിൽ ഫലമുണ്ടാകുമെന്ന് ചോദിച്ചു ചെന്നു. പക്ഷേ ഇല്ലാത്തതുകൊണ്ട് അതിനെ വെട്ടിക്കളയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ നോക്കുന്നവർ പറഞ്ഞു, വെട്ടിക്കളയേണ്ട, 1 വർഷം കൂടെ നിൽക്കട്ടെ, അതിൽ ഫലം കണ്ടെങ്കിലോ എന്ന് പറഞ്ഞു. അതേപോലെ ഇവിടെയും ഫലം കാണാത്തത് കൊണ്ട് അതിനെ നശിപ്പിക്കണം എന്ന് അതിനെ അവസരം കൊടുത്തിട്ട് കാര്യമില്ല. അതിൻ്റെ സമയമായിരുന്നു, ഫലം കായ്ക്കേണ്ട സമയമായിരുന്നു. പക്ഷേ അതിൽ ഫലം കാണാത്തത് കൊണ്ട് അതിനെ വെട്ടിക്കളയട്ടെ എന്നുള്ള, അല്ലെങ്കിൽ അത് നശിച്ചു പോകട്ടെ എന്നുള്ളൊരു കാര്യം അത് പ്രത്യേകിച്ച് ശിഷ്യന്മാർക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കണം. ഇസ്രായേൽ ജനത്തിൻ്റെ ആ ജഡ്ജ്മെൻറ്റ് എന്തായിരിക്കും? ദൈവം അവരിൽ നിന്ന് ഫലം പ്രതീക്ഷിച്ചു, പക്ഷെ അവസാനം കിട്ടാതെ ആയിത്തീർന്നു. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. സാൻഡ്വിച്ച് സ്റ്റോറീസ് എന്നും പറഞ്ഞുകൊണ്ട് എന്താണ്, ഒരു കഥയുടെ തുടങ്ങിയിട്ട് അതിനിടയ്ക്ക് വേറൊരു ഭാഗം, ഒരു സംഭവത്തിൻ്റെ ഇടയ്ക്ക് തന്നെ വേറൊരു സംഭവം വരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. യായിറോസിൻ്റെ മകളെ സുഖപ്പെടുത്താനായിട്ട് ശതാധിപൻ്റെ മകളെ സുഖപ്പെടുത്താനായിട്ട് പോയ വഴിക്ക് തന്നെ 12 വർഷം രക്തസ്രാവം വന്ന ആ സ്ത്രീയെ സുഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നു. പിന്നെയാണ് ആ സുഖപ്പെടുത്തൽ കഴിഞ്ഞിട്ടാണ് പിന്നെ അവരുടെ വീട്ടിലേക്ക് പോകുന്നത്, ആ കുട്ടിയെ ഉയർപ്പിക്കുന്നത്. അതേപോലെ ഇവിടെ അത്തിയോട് സംസാരിച്ച് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അത്തിയെ ശപിച്ച് കഴിഞ്ഞിട്ട് യേശു ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വഴിക്ക് അവർ യെരുശലേമിലേക്ക് വരുമായിരുന്നു. ബഥാനിയിൽ നിന്ന് യെരുശലേമിലെത്തിയപ്പോൾ അവൻ ദൈവാലയത്തിൽ കടന്നു. അപ്പോൾ ഈ അത്തിയുടെ ബാക്കി ഭാഗം ഇനിയും ഉണ്ട്. അത് ദൈവാലയത്തിൻ്റെ കാര്യം കഴിഞ്ഞിട്ടാണ് പിന്നെ ഉള്ളത്. അപ്പോൾ അവർ യെരുശലേമിലെത്തിയപ്പോൾ അവൻ ദൈവാലയത്തിൽ കടന്ന് ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി. അപ്പോൾ തലേ ദിവസം അത് കണ്ടതാണത്. കാരണം അവിടെ എഴുതിയിട്ടുണ്ട്, യെരുശലേമിൽ ദൈവാലയത്തിലേക്ക് ചെന്ന് സകലവും ചുറ്റും നോക്കിയ ശേഷം നേരം വൈകിയതുകൊണ്ട് 12 കൂടെ ബഥാനിയിലേക്ക് പോയി. അപ്പോൾ ഇതെല്ലാം യേശുനാഥൻ അവിടെ കണ്ടിട്ടുണ്ട്. ദൈവാലയത്തിലേക്ക് ചെന്നു, അവിടെ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി. അത് യെരുശലേം ദൈവാലയത്തിൻ്റെ പ്രാകാരത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളാണത്. പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചിട്ട് കളഞ്ഞു. അവിടെ 2 തരത്തിലുള്ള ബിസിനസ് നടക്കുന്നുണ്ട്. ഒന്ന്, അവിടെ ഒരു ഓഫറിങ് അല്ലെങ്കിൽ കാണിക്ക, അത് ഓരോരുത്തരും തങ്ങളുടെ ജീവന് വേണ്ടി 1/2 ഷെക്കേൽ കൊടുക്കണം എന്നുണ്ട്. അപ്പോൾ ഇവർക്ക് യഹൂദന്മാരുടെ ഷെക്കേലല്ലാതെ വേറെ ഒരു നാണയവും ഇവർ സ്വീകരിക്കത്തില്ല, ഈ പുരോഹിതന്മാർ. പക്ഷേ കൊണ്ടുവരുന്നവർ മിക്കവരും റോമൻ നാണയമാണ്, റോമക്കാരാണെന്ന് ഭരിച്ചിരുന്നത്, അതായിരിക്കും കൊണ്ടുപോകുന്നത്. അതവർ സ്വീകരിക്കത്തില്ല. അതിന് പകരം അതിന് എക്സ്ചേഞ്ച് ചെയ്യും, മണി എക്സ്ചേഞ്ച്, ഡോളറിനെ റുപ്പീസ് ആക്കുന്നത് പോലെ ഇവർ കൊണ്ടുപോകുന്ന റോമൻ നാണയത്തെ ഷെക്കേലാക്കി മാറ്റും. പക്ഷെ അതിന് അവർ വലിയ ഫീസ് അവരിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. അതിൻ്റെ ഫൈനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിൻ്റെ പിഴ പോലെ ഈ ഷെക്കേലാക്കി കൊടുക്കുന്നതിന് അതിന് കമ്മീഷൻ പോലെ
കുറച്ചുകൂടി പൈസ അവരിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. പിന്നെ വേറൊരു തരത്തിലുള്ള തട്ടിപ്പ് എന്ന് പറയുന്നത്, അവിടെ യാഗം കഴിക്കാൻ കൊണ്ടുവന്ന പ്രാവുകളും അല്ലെ പക്ഷികളും അല്ലെ മൃഗങ്ങളെയൊക്കെ അവർക്ക് യെരുശലേം ദൈവാലയത്തിൻ്റെ വെളിയിൽ കിട്ടും അവർക്കിതൊക്കെ വാങ്ങിക്കാനായിട്ട്. പക്ഷേ അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവരുന്നതിനൊന്നും പുരോഹിതന്മാർ ആക്സെപ്റ്റ് ചെയ്യത്തില്ല, സ്വീകരിക്കത്തില്ല. അതിനെന്തെങ്കിലും അവർ കുറവ് കണ്ടുപിടിക്കും. കാരണം ആ യാഗശുശ്രൂഷയിൽ പറഞ്ഞിട്ടില്ല, ഇവരുടെ പുസ്തകത്തിൽ കൊണ്ടുവരുന്ന ആട് ഒക്കെ ഊനമില്ലാത്തതായിരിക്കണമെന്ന്. പക്ഷേ ഈ വെളിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന മൃഗങ്ങളെയായാലും പക്ഷികളായാലും ഈ പുരോഹിതന്മാർ നോക്കി എന്തെങ്കിലും അതിന് കുറവ് കണ്ടുപിടിക്കും. എന്നിട്ട് അതുകൊണ്ട് സ്വീകരിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് ഈ പ്രാകാരത്തിനകത്ത് വിൽക്കുന്നതേ വാങ്ങിക്കാൻ പാടുള്ളൂ എന്നുള്ള നിബന്ധന വെച്ചിട്ടുണ്ട്. അതിന് മറ്റേ വെളിയിൽ കിട്ടുന്നതിനേക്കാളും പൈസ കൂടുതൽ കൊടുക്കണമായിരുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാം മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ദൈവാലയത്തിൽ യേശുനാഥൻ കണ്ടത്. ആ പ്രാകാരത്തിലാണ്, അകത്തല്ല, പ്രാകാരത്തിൽ. അത് സഹിച്ചില്ല. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു കൊള്ളയാണ് അവിടെ നടക്കുന്നത്, കൊള്ള. അതാണ് പറഞ്ഞത്. എല്ലാത്തിനും മറച്ചിട്ട് കളഞ്ഞു. പൊൻവാണിഭക്കാരെയും അവരുടെ മേശകളെയെല്ലാം പുറത്തിട്ട് കളഞ്ഞു. വിൽക്കുന്നവരും വാങ്ങുന്നവരെയൊക്കെ ഇതിനെ പുറത്താക്കി. ആരും ദൈവാലയത്തിൽ കൂടി ഒരു വസ്തുവും കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. പിന്നെ അവരെ ഉപദേശിച്ചു, അതെല്ലാം ക്ലിയറാക്കി കളഞ്ഞു, ശുദ്ധീകരണം നടത്തിയിട്ട് യേശു അവരോട് പറയുകയാണ്. എന്താണ് പറഞ്ഞത്? എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നില്ലോ. യെശയ്യാവിൻ്റെ പ്രവചനത്തിലാണ്. അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. യെശയ്യാവ് 56:7 പറഞ്ഞിരിക്കുന്നത്, എല്ലാവർക്കുള്ള പ്രാർത്ഥനാലയം എന്നറിയപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. അത് യെരമ്യാവ് 7:11 ഉള്ളത്. കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു. അതാണ്, കൊള്ളയാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അത് കേട്ടിട്ട് മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ അവനെ നശിപ്പിക്കേണ്ടതിന് എങ്ങനെയെന്ന് അന്വേഷിച്ചു. പുരുഷാരമെല്ലാം അവൻ്റെ ഉപദേശത്തിൽ അതിശയിക്കാൻ അവർ അവനെ ഭയപ്പെട്ടിരുന്നു. സന്ധ്യ ആയപ്പോഴേക്കും അവൻ നഗരം വിട്ട് പോന്നു. അത് കഴിഞ്ഞ് നഗരം വിട്ട് പോയി. അത് കഴിഞ്ഞ് രാവിലെ അവർ കടന്നു പോരുമ്പോൾ വീണ്ടും പിറ്റേ ദിവസം രാവിലെ, അപ്പോൾ ഈ യെരുശലേമിലേക്ക് പ്രവേശിച്ചത് ഒരു ഞായറാഴ്ചയായിരുന്നു. പല രേഖകൾ അതിനെ വെളിപ്പെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് തിങ്കളാഴ്ചയായിരുന്നു ഈ ദൈവാലയ ശുദ്ധീകരണം നടന്നത്. പിന്നെ ചൊവ്വാഴ്ച അവർ വീണ്ടും ആ വഴി നടന്നപ്പോൾ അതിരാവിലെ അവർ കടന്നു പോരുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. ഇനി ഒരിക്കൽ നിന്നിൽ നിന്ന് ഫലം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു നിറവേറലാണ് അവിടെ നടന്നത്. അത് ഉണങ്ങിപ്പോരും. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു, റബ്ബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞു, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിക്കും. ആരെങ്കിലും എൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ മാറിപ്പോകും. യേശു ഏതെങ്കിലും മലയെ മാറ്റിയിട്ടുണ്ടോ? അങ്ങനെ യേശുനാഥൻ്റെ ശുശ്രൂഷയിൽ നമ്മൾ അങ്ങനെ എവിടെയും വായിച്ചിട്ടില്ല. ഇവിടെ മല എന്ന് പറയുന്നത് നമ്മൾ കീഴടക്കേണ്ട നമ്മുടെ ചില പ്രശ്നങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രതിസന്ധികളാണ് മലയായിട്ട് നിൽക്കുന്നത്. അതിനെ മറികടക്കാൻ നമുക്ക് മാത്രമായിട്ട് സാധിക്കത്തില്ല. അപ്പം നമ്മൾ വിശ്വാസത്തോടെ എൻ്റെ ദൈവത്തിന് അത് സാധിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അത് മാറിപ്പോകും. ആ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. എൻ്റെ ആത്മീയ ജീവിതത്തിൽ തടസ്സങ്ങളായി നിൽക്കുന്ന മലകളെ, നമ്മൾ എല്ലാ പ്രതിസന്ധികളും പലതും നമ്മുടെ ആഗ്രഹങ്ങളിലൂടെ വരാറുണ്ട്. പലതും അത് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയാം. അത് എല്ലാം സാധ്യമാകുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തോട് അടുക്കുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് മാറ്റി കിട്ടാനായിട്ട് ദൈവത്തെ കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എല്ലാ മലകളെയും മാറ്റിത്തരും. രണ്ടാമത്തെ, അത് കഴിഞ്ഞിട്ട് പിന്നെയും യേശു അവരോട് വേറൊരു കാര്യം കൂടി പറഞ്ഞു. ആരെങ്കിലും അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വേറൊരു തടസ്സം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കാനായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ളത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചെന്ന് വിശ്വസിക്കുവിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന്
നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കുവിൻ. നിങ്ങൾ ക്ഷമിക്കാതിരുന്നാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. അത് നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നതിന് ഒരു തടസ്സമായിരിക്കും. നമ്മൾ മനസ്സിൽ മനഃപൂർവ്വം കരുതി വെച്ചിട്ട് ആരോടെങ്കിലും പകയോ വിദ്വേഷമോ എന്തെങ്കിലും ദോഷമൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാനായിട്ട് തടസ്സമായിട്ട് എപ്പോഴും നിൽക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പാഠത്തിലേക്ക് നോക്കുമ്പോൾ യേശു മാർക്കോസിൻ്റെ സുവിശേഷം 11:27 തുടങ്ങിയാണ് വായിക്കേണ്ടത്. പിറ്റേ ദിവസം ചൊവ്വാഴ്ച ദിവസം അവരിങ്ങനെ അത്തിയുടെ കാര്യമെല്ലാം ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തു. എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് അവർ വീണ്ടും യെരുശലേമിലേക്ക് പോവുകയാണ്. പിറ്റേ ദിവസം അവിടെ ചെന്നപ്പോഴെന്താണ്, അവൻ ദൈവാലയത്തിൽ ചുറ്റി നടക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും അവൻ്റെ അടുക്കൽ വന്ന് നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു എന്നും ഇത് ചെയ്യുവാനുള്ള അധികാരം നിനക്ക് ആര് തന്നു എന്നും അവരോട് ചോദിച്ചു. അതാണ് നമ്മുടെ ചൊവ്വാഴ്ചത്തെ തലവാചകം. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെന്ന് ആര് പറഞ്ഞു? കാരണം അവരെല്ലാവരും ആ തലേ ദിവസത്തെ യേശുവിൻ്റെ ആ പ്രവൃത്തി കണ്ട് വളരെയധികം നീരസപ്പെട്ടിരിക്കുകയായിരുന്നു. തിങ്കളാഴ്ചത്തെ പ്രവൃത്തി കണ്ട് അവരായിരുന്നു അതിനൊക്കെ നേതൃത്വം വഹിച്ചിരുന്നത്. പരീശന്മാരും ശാസ്ത്രിമാരുമാണ് അവിടെയുള്ള എല്ലാ കച്ചവടങ്ങൾ വളർന്നു വരുവാനായിട്ട് എല്ലാ കൊള്ളകൾ നടക്കാനായിട്ടും നേതൃത്വം കൊടുത്തിരുന്നത്. അത് ദൈവാലയ ശുശ്രൂഷയുടെ ഭാഗമാണെന്ന് പറഞ്ഞാണ് ചെയ്തത്. പക്ഷേ യേശു ക്രിസ്തു വന്ന് അതിനെല്ലാം ശുദ്ധീകരിച്ചു. ഒരു ശുദ്ധീകരണം അവിടെ നടത്തി. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം വിട്ടുപോയത്, യേശു വൃക്ഷത്തെ ശപിക്കുകയും ദൈവാലയത്തെ ശുദ്ധീകരിക്കുകയും ചെയ്തു. വിപരീതമായ പ്രവൃത്തികളാണ് അവിടെ ചെയ്തത്. എന്തായിരിക്കും? വൃക്ഷത്തെ ശപിച്ചു, ദൈവാലയത്തെ ശുദ്ധീകരിച്ചു. വൃക്ഷം എന്ന് പറയുന്നത് ബൈബിളിൽ കാണുന്നത് പ്രത്യേകിച്ച് ഭരണാധികാരികളെയാണ് അത് കാണിക്കുന്നത്, അല്ലെങ്കിൽ ലീഡേഴ്സിനെ, നേതാക്കന്മാരെ, നമ്മുടെ സഭയിലുള്ളവരായാലും പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആയാലും എല്ലാവരെയാണ് വൃക്ഷം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ വെളിപ്പാടിലും കാണാം. കലശം ഒഴിക്കുമ്പോൾ വൃക്ഷങ്ങളിൽ ചിലത് നശിച്ചു പോയി, പച്ചപ്പുല്ലിൽ ചിലത് നശിച്ചു പോയി എന്നൊക്കെ പറയുന്നത്. പച്ചപ്പുല്ലെന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യരെയാണ് കാണിക്കുന്നത്. മനുഷ്യൻ്റെ ആയുസ് പുല്ല് പോലെയാകുന്നു എന്ന് പറയുന്നു. വൃക്ഷം എന്ന് കാണിക്കുന്നത് നേതാക്കന്മാരെ. അതാണ് പ്രത്യേകിച്ച് നെബൂഖദ്നേസർ തൻ്റെ ദർശനം കാണുമ്പോൾ തന്നെ ആദ്യം കാണുന്ന ഒരു വൃക്ഷമായിട്ടായിരുന്നു. എല്ലാ പക്ഷികളും അഭയം പ്രാപിക്കുന്ന ഒരു വൃക്ഷമായിട്ടായിരുന്നു കണ്ടത്. പക്ഷെ ആ വൃക്ഷത്തെ വെട്ടി തീയിടുക എന്ന് ദൈവത്തിൽ നിന്നുള്ളൊരു അറിയിപ്പ് വരും. അത് തന്നെ ആയിരുന്നു. അത് നമ്മൾ ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും. നെബൂഖദ്നേസറിൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ വൃക്ഷത്തെ ശപിക്കുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ അഹങ്കാരത്തോടു കൂടെയുള്ള നേതൃത്വത്തെ ദൈവം ശപിക്കുകയാണ്. അവർക്കൊരിക്കലും ദൈവം ആഗ്രഹിച്ച ഫലം അവരിൽ നിന്ന് കണ്ടില്ലെങ്കിൽ അവർക്കൊരിക്കലും അത് ശുഭമാകുകയില്ലെന്നും, അതുപോലെ ദൈവാലയത്തെ ശുദ്ധീകരിക്കുകയും ചെയ്തു. അത് ചെയ്യാനായിട്ട് യേശുവിന് മാത്രമേ അധികാരമുള്ളൂ. അതാണ് സെഖരിയ പ്രവചനം 6:12 നമ്മൾ വായിക്കുന്നുണ്ട്. യേശു മുള എന്ന പുരുഷനുണ്ടല്ലോ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു പ്രവചനം. അപ്പോൾ യേശു തന്നെ യഹോവയുടെ ആലയം പണിയും, അവൻ തന്നെ അതിൻ്റെ ആലയം പണിയുകയും അവൻ അതിൽ മഹാപുരോഹിതനായിരിക്കുകയും ചെയ്യുന്നു പറയും. അത് യേശുവിന് മാത്രമേ കഴിയുള്ളൂ. ദൈവം വസിക്കുന്ന ആലയമായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാനായിട്ട് യേശുവിന് മാത്രമേ കഴിയുള്ളൂ. അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മളവിടെ കണ്ടത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളെ നമ്മൾ യേശുവിന് സമർപ്പിക്കുമ്പോൾ യേശു അതിനെ ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ ഒരു ആലയമായിട്ട് മാറ്റും. നമ്മൾ 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലാണ് തോന്നുന്നു, നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയങ്ങളാണല്ലോ എന്ന് പറയുന്നു പൗലോസ് അപ്പോസ്തലൻ. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ആലയങ്ങളായിട്ട് നമ്മളെ മാറ്റണമെങ്കിൽ അതിനെ ശുദ്ധീകരിക്കാനായിട്ട് യേശുവിന് മാത്രമേ കഴിയുള്ളൂ. ഓക്കെ, അതാണ് പിന്നെയുള്ള ശാസ്ത്രിമാരും പരീശന്മാരും ചൊവ്വാഴ്ച ദിവസം അവനെ ക്വസ്റ്റ്യൻ ചെയ്ത് എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവർ വിചാരിച്ച് ഇവനെ എങ്ങനെയെങ്കിലും കൊടുക്കണം എന്നുള്ള രീതിയിലാണ്. അവർ ശരിക്കും സത്യം അന്വേഷിച്ചുകൊണ്ടുള്ള ചോദ്യമല്ല, നീ എന്ത് അധികാരത്തിലാണ് ഇത് ചെയ്തതെന്നുള്ള സത്യം അറിയാൻ വേണ്ടിയിട്ടല്ല, അവനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് പറയുകയാണെങ്കിൽ അവർക്ക് അവനെ പറയാമായിരുന്നു, ഓ നീ ഒരു തച്ചൻ്റെ മാന, നിനക്ക് എവിടുന്ന അധികാരം എന്നൊക്കെ ചോദിക്കായിരുന്നു.
മാനുഷികം എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യനും ഇങ്ങനെ ഒരു അധികാരമില്ല, നീ വിഡ്ഢിത്തരം പറയുകയാണെന്ന്. ദൈവാലയത്തിലെ ശാസ്ത്രിമാരെയും പുരോഹിതന്മാരെയൊക്കെ ചോദ്യം ചെയ്യാൻ നിനക്ക് എന്താ അധികാരം എന്ന് ചോദിച്ച് അവനെ കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ യേശു അതിന് പകരം ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ് കാണുന്നത്. എന്തായിരുന്നു? എല്ലാവർക്കും അറിയാവുന്നതാണ്. യേശു പറഞ്ഞു, ഞാൻ ഇതിന് ഉത്തരം പറയണമെങ്കിൽ ആദ്യം നിങ്ങൾ എൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരം പറയണം എന്ന് പറഞ്ഞ ഒരു ചോദ്യം ചോദിക്കുകയാണ്. യോഹന്നാൻ സ്നാപകൻ്റെ സ്നാനം ദൈവത്തിൽ നിന്നുള്ളതാണോ അതോ മനുഷ്യരിൽ നിന്നുള്ളതാണോ? അപ്പോൾ യേശുവിനറിയാം അവർ ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് പറയത്തില്ല, മനുഷ്യരിൽ നിന്നുള്ളതാണെന്നും അവർ പറയത്തില്ല. കാരണം ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് പറഞ്ഞാൽ യേശു ചോദിക്കും, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ യോഹന്നാനെ വിശ്വസിച്ചില്ല? ഒത്തിരി പേര് യോഹന്നാനെ വിശ്വസിക്കാത്തവരുണ്ടായിരുന്നു അവിടെ. അത് യേശു ചോദിക്കുമായിരുന്നു. മനുഷ്യരിൽ നിന്നാണെന്ന് പറയാൻ അവർക്ക് പേടിയാണ്. കാരണം ഒത്തിരി മനുഷ്യർ യോഹന്നാനിൽ വിശ്വസിച്ചവരുണ്ടായിരുന്നു. ഈ പരീശന്മാർ ശാസ്ത്രിമാരൊക്കെ ഒഴിച്ച് ബാക്കിയുള്ള ഒത്തിരി സാധാരണക്കാർ യോഹന്നാൻ ദൈവത്തിൽ നിന്ന് വന്നവനാണെന്ന് വിശ്വസിച്ചവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ പേടിയേ ഉണ്ടായിരുന്നു ഇവർക്ക്. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ്റെ പിന്തുണ അറിയാമായിരുന്നുകൊണ്ട് തന്നെ അവർക്ക് അത് രണ്ടുത്തരം അവർക്ക് പറയാൻ പറ്റില്ല എന്ന് യേശുവിന് അറിയാമായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ യേശു അവരെ കൊടുക്കാനല്ല ചോദിച്ചത്, അവരെ സത്യത്തിലേക്ക് നയിക്കണം, അവർ ചിന്തിക്കണം അതിന് വേണ്ടിയിട്ട്. കാരണം യോഹന്നാൻ്റെ സുവിശേഷം 1:6 നമ്മളിങ്ങനെ വായിക്കും, ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേര്. ദൈവം അയച്ചിട്ട് വന്നതാണെന്നാണ് സത്യമായ കാര്യം. അത് തിരുവെഴുത്തിലുമുണ്ട്, പുതിയ നിയമത്തിലാണോ ഉള്ളത്. എന്നാലും അവർക്ക് അത് ഉറപ്പായിട്ടും അതറിയാമായിരുന്നു. എന്നാലും അവരത് അംഗീകരിക്കാൻ അവർ തയ്യാറായില്ലായിരുന്നു. അവരത് അംഗീകരിക്കുകയാണെങ്കിൽ അതേപോലെയുള്ള ദൈവം തന്നെയാണ് യേശുവിനെയും ഈ ഭൂമിയിലേക്ക് അയച്ചതെന്ന് അവർക്ക് വിശ്വസിക്കേണ്ടി വരും. അവരെ ആ സത്യത്തിലേക്ക് നടത്താൻ വേണ്ടിയിട്ടാണ് യേശുനാഥൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് യോഹന്നാൻ്റെ സ്നാനത്തെക്കുറിച്ച്. യോഹന്നാൻ്റെ സ്നാനം അല്ലെങ്കിൽ യോഹന്നാൻ ദൈവം അയച്ചിട്ട് വന്നതാണ്, അതേപോലെ തന്നെയും ദൈവം അയച്ചിട്ടാണ് ഞാൻ വന്നത് എന്ന് അവർ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അവരതിന് ഉത്തരം പറയാതെ അതിനെ തള്ളിക്കളഞ്ഞു. ആ ചോദ്യത്തിന് അവർക്ക് ഉത്തരം പറയാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് യേശു ഉടനെ തന്നെ വേറൊരു ഉപമയിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കുകയാണ്. അപ്പോൾ അവർ കൊടുത്ത ഉത്തരം ഇതാണ്, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നാണ് അവർ ഉത്തരം പറയുന്നത്. അപ്പോൾ യേശു പറഞ്ഞു, എന്നാൽ ഇത് ഇന്ന അധികാരം കൊണ്ട് ഞാൻ ചെയ്യുന്നതെന്ന് നിങ്ങളോട് പറയുന്നില്ല. പിന്നെ അവൻ ഉപമകളാൽ അവരോട് പറഞ്ഞു, ഇവരോട് തന്നെ, ഈ കേട്ടുകൊണ്ടിരുന്ന പുരോഹിതന്മാർ ശാസ്ത്രിമാരുള്ളവരോട് പറഞ്ഞു. അതാ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ. നമ്മൾ യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിൽ കേട്ടിട്ടുണ്ട്, എൻ്റെ പ്രിയവന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ഒരു ഭാഗം. അത് ആ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ എന്ന് പറയുന്നത് വളരെ ഒരു ഭയങ്കരമായിട്ടുള്ള ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു ഉപമയാണ്. ഇവിടെ ഈ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി ചുറ്റും വേലി കെട്ടി ചക്കും കുഴിച്ചു നാട്ടി ഗോപുരവും പണിത് കുടിയാന്മാരെ ഏൽപ്പിച്ചിട്ട് പരദേശത്തേക്ക് പോയി. അപ്പോൾ ഈ ഉപമയിൽ എന്താണ് പറയുന്നത്? നമുക്കറിയാം ഒരു മുന്തിരിത്തോട്ടം, അവിടെയൊക്കെ ഇഷ്ടംപോലെ മുന്തിരി ഉണ്ടായിരുന്ന നാടായിരുന്നു അവിടെ. അപ്പോൾ അവിടെ ഈ മുന്തിരിത്തോട്ടത്തിൽ എന്തൊക്കെ ഉണ്ടാകും? അത് വേലി കെട്ടും എന്ന് പറഞ്ഞാൽ മറ്റ് കള്ളന്മാർ വരാതിരിക്കാനും മറ്റ് മൃഗങ്ങൾ അതിൽ കടക്കാതിരിക്കാനും വേണ്ടി, അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും അത് ഇന്ന ആളുടെ പ്രോപ്പർട്ടി ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതിനെ വേലി കെട്ടുന്നതും. പിന്നെ അതിൽ ചക്ക് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിൽ മുന്തിരി ആട്ടുകയല്ലേ ചെയ്യുന്നത്. അവിടെയൊക്കെ വലിയ കല്ലിൻ്റെ കുഴിയാണുള്ളത്, വലിയത്. അതിന് കിണർ പോലെ ഇരിക്കും, പക്ഷേ ആൾക്കാർക്ക് ഇറങ്ങാം. അങ്ങനെ വഴുത്ത മുന്തിരിങ്ങ അതിലിട്ടിട്ട് ചവിട്ടുകയാണ് ചെയ്യുന്നത്. അവരെ കാലൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് അതിൽ ചവിട്ടിയായിട്ടാണ് അത്. എന്നിട്ട് ആ ജ്യൂസ് ഒഴുകി പോകാനായിട്ടൊരു വഴിയുണ്ട്, അതൊരു വലിയ ഡ്രമ്മിലൊക്കെയാണ് സൂക്ഷിക്കുന്നത് അതൊക്കെയാണ് അവിടെ വെച്ചിരുന്നത്. പിന്നെ ഗോപുരം ഉണ്ടാവും. ഗോപുരം നാട്ടുന്നത് അതിൻ്റെ വാച്ച്മാൻ അവിടെ താമസിക്കാൻ, ഈ ഇതെല്ലാം നോക്കി നടത്താനായിട്ട്. അപ്പോൾ ഈ നമ്മുടെ ഇത് മുന്തിരിത്തോട്ടം എന്ന് ഉദ്ദേശിക്കുന്നത് യെശയ്യാവ് 5:7 പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടം എന്ന് പറയുന്ന ഇസ്രായേൽ സഭ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളാണ് ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടം. അപ്പോൾ ഇവിടെ മുന്തിരിത്തോട്ടത്തിൽ
ഇവിടുത്തെ മുന്തിരിത്തോട്ടത്തിൽ കുടിയാന്മാരെ ഏൽപ്പിച്ച് പരദേശത്ത് പോയി. അതാണ് പുരോഹിതന്മാർ. അവിടുത്തെ പുരോഹിതന്മാരെയാണ് കുടിയാന്മാരെന്ന് പറയുന്നത്. അവരെയാണ് ദൈവം ഇസ്രായേൽ ജനത്തെ മുഴുവനും ഏൽപ്പിച്ചത്. അവരാണ് അവരെ നോക്കുന്നത്. പക്ഷെ കാലമായപ്പോൾ കുടിയാന്മാരോട് തോട്ടത്തിൻ്റെ അനുഭവം വാങ്ങേണ്ടതിന് അവൻ ഒരു ദാസനെ കുടിയാന്മാരുടെ അടുക്കൽ അയക്കുന്നു. അവിടെ നിന്ന് കിട്ടുന്ന ഫലം അനുഭവിക്കാനായിട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ദാസന്മാരെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവാചകന്മാരായിരുന്നു. ഓരോ കാലങ്ങളിൽ ഓരോ പ്രവാചകന്മാരെ വിട്ടു. പക്ഷേ അവർ ചെയ്ത് ഓരോളെ പിടിച്ച് തല്ലി വെറുതെ അയച്ചു കളഞ്ഞു. വേറൊരാളെ അവനെ അവർ തലയിൽ മുറിവേൽപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്തു. പിന്നെയും വേറെ ചിലരെ അടിച്ചു, അവരെ അടിക്കുകയും കൊല്ലുകയും ചെയ്തു. അപ്പോഴാ ഉടമസ്ഥൻ പറയുന്നു, ഇനി എനിക്കൊരു മകനുണ്ട്, ഞാൻ എൻ്റെ മകനെ അയച്ചാൽ അവനെ അവർ ബഹുമാനിക്കും, അവൻ പറയുന്നത് കേൾക്കും എന്നോർത്ത് മകനെ വിട്ടു. പക്ഷേ അവരെന്താ ചെയ്ത്, വരുവീൻ നമുക്കിവനെ കൊല്ലുക, എന്നാൽ അവകാശം നമുക്കാകും. അങ്ങനെ പിടിച്ചു കൊന്നു, തോട്ടത്തിൽ നിറഞ്ഞു കളഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്ത തോട്ടത്തിൻ്റെ ഉടവൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു ആ കുടിയാന്മാരെ. അപ്പോൾ അവൻ വന്ന് ആ കുടിയാന്മാരെ നിഗ്രഹിച്ച് തോട്ടം മറ്റുള്ളവരെ ഏൽപ്പിക്കും. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യകരമായിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് നമ്മൾ കാണുന്നത്. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടതെല്ലാം ദൈവം നൽകി. അവർക്ക് 10 കൽപ്പനകൾ കൊടുത്തു, അവർക്ക് ഒരു സ്ഥലം അവർക്ക് താമസിക്കാൻ കൊടുത്തു, ദൈവത്തിൻ്റേതായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് കൊടുത്തു. പക്ഷേ മറ്റൊരു ഗോപുരം എന്ന് പറഞ്ഞാൽ വലിയൊരു ദൈവാലയം അവർക്ക് കൊടുത്തു, അവർ പണിത് അവളിൽ ദൈവത്തെ ആരാധിക്കാനും ബാക്കി കാര്യങ്ങൾ ചെയ്യാനും. പക്ഷേ അവരൊരിക്കലും ദൈവം ആഗ്രഹിച്ച ഫലം അതിൽ കായ്ച്ചില്ല. ദൈവം ആഗ്രഹിച്ചിരുന്നത് നിങ്ങളെല്ലാവരും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കണം എന്നാണ് ദൈവം ആഗ്രഹിച്ചത്. അതാണ് യെശയ്യാവ് 49:6 പറയുന്നത്. പക്ഷേ അവരെ തന്നെ ഏറ്റവും ശ്രേഷ്ഠ ജാതി എന്ന് പറഞ്ഞ് മറ്റുള്ളവരുമായിട്ട് ദൈവത്തിൻ്റെ സുവിശേഷം ഷെയർ ചെയ്യാതിരുന്നു. അതാണ് ദൈവം അവരിൽ കണ്ട ഏറ്റവും വലിയ കുഴപ്പം. അപ്പോൾ അതാണ് ദൈവം അങ്ങനെയുള്ളവർക്ക് എന്താണ് ചെയ്തത് നമുക്കറിയാം. ദൈവം അവരെ പണിത ദൈവാലയം ആദ്യം നെബൂഖദ്നേസർ വന്ന് നശിപ്പിക്കുന്നു. പിന്നെ യേശുവിൻ്റെ സമയത്തുണ്ടായിരുന്ന ദൈവാലയം ടൈറ്റസ് വന്ന് AD 70 നശിപ്പിക്കുന്നു. അങ്ങനെ സുവിശേഷം മറ്റ് ജാതികളിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇതായിരുന്നു അവർക്കുള്ള ശിക്ഷ. അടുത്ത പാഠത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, അപ്പോൾ വിക്ടറി എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് മകനായിരുന്നു. മകൻ അവരുടെ മുൻപിൽ സുവിശേഷം യവനന്മാർക്കും യഹൂദന്മാർക്കും ഒക്കെ ഒരു ലജ്ജയുടെ കാര്യമാണെങ്കിലും പൗലോസ് പറയുന്നത്, എനിക്ക് യേശുവിൻ്റെ ക്രൂശിലല്ല മറ്റൊന്നിലും പ്രശംസിക്കാൻ ഇടവരരുത്. ഇതാണ് ഈ സുവിശേഷം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തിയാണ്. നമ്മളെ പാപത്തിൽ നിന്നും വിടുവിക്കാനുള്ള ദൈവത്തിൻ്റെ ശക്തി, അതാണ് നമ്മളവിടെ കാണുന്നത്. അപ്പം നമ്മളും വിജയികളായിത്തീരണമെങ്കിൽ യേശുവിനോട് ചേർന്ന് നിൽക്കുക. വിജയിയായ യേശുവിനോട് ചേർന്ന് നമ്മൾ നിൽക്കണം. ഇനി അടുത്തതിൽ ചില കാര്യങ്ങൾ, ഭൗമിക കർത്തവ്യങ്ങൾ, അതിൻ്റെ ഫലങ്ങൾ. അതിലൊന്നാമത്തെ കൈസറിൻ്റെ കരം കൊടുക്കുന്ന കാര്യമാണ് ചോദിച്ചത്. അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ചില അവിടുത്തെ റോമൻ ചക്രവർത്തിമാരോടുള്ള ചിലരുടെ വിരോധം കൊണ്ട് ഇനി റോമൻ സീസർക്ക് കൊടുക്കുന്നില്ല, കരം കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു കുറേ പേര്, ഒരു വിപ്ലവ നേതാക്കന്മാരെ പോലെയുള്ളവർ. അതാണ് ഇങ്ങനെ ഒരു ചോദ്യം യേശുവിൻ്റെ അടുത്ത് അവർ കൊണ്ടുവന്നത്. റോമൻ മതനേതാക്കൾ യേശുവിനെ ഒന്നുകിൽ റോമൻ ഗവർണറിനോ ജനത്തിനോ വിധിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യത്തിൽ പിടിക്കുവാനായിട്ട് ശ്രമിച്ചു. ഇവൻ ഇതിനെന്താണ് ഉത്തരം പറയുന്നത് എന്ന് വെച്ചാൽ, കുറേ പേര് ആ നാട്ടിൽ പറയുന്നുണ്ട് നമ്മൾ കൈസറിന് കരം കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ. അപ്പോൾ യേശുവിൻ്റെ അഭിപ്രായം അറിയാൻ വന്നതാണ്. അപ്പോൾ എന്ത് പറഞ്ഞാലും അവന് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് വന്നത്. കൈസർക്ക് കൊടുക്കണം എന്ന് പറയുകയാണെങ്കിൽ എന്തു ചെയ്യും? അപ്പോൾ യഹൂദന്മാരുടെ ശത്രുവായിട്ട് ഇവൻ മാറും. കൈസർക്ക് കൊടുക്കണ്ട എന്ന് പറയുകയാണെങ്കിൽ റോമൻ ചക്രവർത്തിമാരുടെ ശത്രുവായിട്ട് യേശുവിനെ മുദ്ര കുത്താം. ഈ ഒരു ചിന്തയിലാണ് വന്നത്. അപ്പോഴും യേശു അവിടെ എന്താ പറഞ്ഞത്? കൈസർക്കുള്ള ഒരു നാണയം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ നാണയം കൊണ്ടുവന്നപ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന എന്താണ്? തിബേരിയസ് കൈസർ, അഗസ്തസ് കൈസറിൻ്റെ മകനായ. അഗസ്തസ് കൈസർ ഭയങ്കര ഫേമസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനായ തിബേരിയസ്, സൺ ഓഫ് അഗസ്തസ് കൈസർ എന്നാണ് അതിലെഴുതിയിരുന്നത്. അഗസ്തസ് സീസർ എന്നാണ് എഴുതിയിരുന്നത്. അപ്പോൾ യേശു പറഞ്ഞു, ഈ
നാണയം ഇത് സീസറിനുള്ളതാണെങ്കിൽ സീസറിന്, അല്ലെങ്കിൽ കൈസർക്കുള്ളത് ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കാം. അപ്പോൾ നമ്മുടെ സഭയിൽ പലപ്പോഴും ഈ ദശാംശം കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ഇത് എടുത്തുപയോഗിക്കാറുണ്ട് പലരും. ദൈവത്തിനുള്ളത് ദശാംശം, അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അതിലുപരിയായിട്ട് നമ്മളിലുള്ള ദൈവം നമ്മളെ സൃഷ്ടിച്ചത് നമ്മുടെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ്. ആ നാണയത്തിലുള്ള സാദൃശ്യം എന്തെന്ന് ചോദിച്ചപ്പോൾ കൈസറുടെ സാദൃശ്യമാണ്. അപ്പം നമ്മളിലുള്ളത് ആരുടെ സാദൃശ്യമായിരിക്കണം? യേശുവിൻ്റെ, ദൈവത്തിൻ്റെ സാദൃശ്യം. ആ സാദൃശ്യത്തിലാണ് ദൈവം സൃഷ്ടിച്ചത്. നമ്മളെ മുഴുവനായിട്ടും ദൈവത്തിന് മാത്രമായിട്ട് നമ്മൾ കൊടുക്കുന്നവരായിരിക്കും. അതാണ് അതിൽ നിന്നും, ആ വാക്യത്തിൽ നിന്നും ദൈവം ആഗ്രഹിക്കുക. ദൈവത്തിനുള്ളത് ദൈവത്തിന്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവനെ വാക്കിൽ കൊടുക്കാൻ വേണ്ടി പരീശന്മാരിലും ഹെരോദ്യരിലും ചിലർ വന്നു. അത് കഴിഞ്ഞ് പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്ന സദൂക്യർ അവൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ ഈ കൈസർക്ക് കൊടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞ് സെറ്റിലായി കഴിഞ്ഞപ്പോഴാണ് വേറൊരു ഗ്രൂപ്പ് വരുന്നത്, സദൂക്യർ. സദൂക്യർ വന്ന് അവരോട് ചോദിച്ചു. സദൂക്യർ വന്ന് ചോദിച്ച കാര്യം തന്നെ അവരുടെ വിശ്വാസ പ്രമാണം സംബന്ധിച്ച ഒരു കാര്യമായിരുന്നു. നമുക്കറിയാം അവർ എന്താണ്, പുനരുദ്ധാനത്തിൽ വിശ്വസിക്കാത്തവരാണ്. അപ്പോൾ അവർ വന്ന് ചോദിച്ചത് എന്താണ്, ഒരു മനുഷ്യൻ വിവാഹം കഴിച്ചിട്ട് സ്ത്രീ ആ പുരുഷൻ മരിച്ചു പോയാൽ അവൻ്റെ ബ്രദറിന് ഈ സ്ത്രീയെ വിവാഹം കഴിക്കാം എന്ന് ഒരു മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്, 5 തുടങ്ങി 10 വരെയുള്ള വാക്യങ്ങളിൽ. അത് എടുത്ത് പരിഹസിച്ചുകൊണ്ട് ഇവർ പറയുക, ഇയാൾക്ക് 7 സഹോദരന്മാരുണ്ട്, 7 പേർക്കും ഈ സ്ത്രീ. അന്ന് മോശ അത് കൊടുത്തതിൻ്റെ കാരണം അവരുടെ ആ പേര് നിലനിൽക്കാനും, അല്ലെങ്കിൽ ആ പരമ്പരയിൽ അയാളുടെ സന്തതികൾ മൂത്ത മകൻ്റെ പേരിലായിരിക്കും അയാളുടെ മകൻ, ഇനി ആ സ്ത്രീക്ക് മക്കളുണ്ടെങ്കിൽ അറിയപ്പെടുന്നത്. അതുപോലെ ആ സമ്പത്ത് ആ കുടുംബത്തിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്. പക്ഷേ ഈ സദൂക്യർ അതിൽ വിശ്വസിക്കാത്തതുകൊണ്ട് അവർ വന്ന് അതിനെ കളിയാക്കി, അതിനെ ഏറ്റവും തരനാണ വിധത്തിൽ ചോദിച്ചു. 7 പേരുണ്ടെങ്കിൽ പുനരുദ്ധാനത്തിൽ ഇവർ ആരുടെ ഭാര്യയായിരിക്കും? കാരണം ഇവർ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്നില്ല, പക്ഷേ യേശുവൊക്കെ അതിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. പുനരുദ്ധാനത്തിൽ വിശ്വസിക്കാത്തതുകൊണ്ട് അവർ വന്ന് ചോദിക്കാൻ. അപ്പോൾ യേശു ആദ്യമേ പറഞ്ഞത് അവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള അവരുടെ ആ തെറ്റായ ചിന്തകളെ യേശു കറക്റ്റ് ചെയ്തു. എന്താണ്, 7 പേരും സന്തതിയില്ലാതെ മരിച്ചു, എല്ലാവർക്കും ഒടുവിൽ സ്ത്രീയും മരിച്ചു, പുനരുദ്ധാനത്തിൽ അവൾ ആരുടെ ഭാര്യയായിരിക്കും? യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായക കൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നത്. തിരുവെഴുത്തിൽ എന്താണ് പഠിച്ചിട്ടുള്ളതെന്ന് അവർ പഠിച്ചിട്ടില്ല ശരിക്കും. സദൂക്യരെന്ന് പറഞ്ഞാൽ കൂടുതലും പുരോഹിത വർഗത്തിലുള്ളവരാണ് കേട്ടോ. അപ്പോൾ അവർ പുരോഹിതന്മാരായിട്ടിരിക്കുകയാണ്, എന്നിട്ടും ദൈവവചനം ശരിയായിട്ട് അവർ പഠിച്ചിട്ടില്ല. പിന്നെ ദൈവശക്തിയും അവർക്കറിയില്ല. നമ്മൾ അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 2:23, യേശുക്രിസ്തുവിനെ ദൈവം ഉയർപ്പിച്ച കാര്യം. ദൈവമാണ് യേശുവിനെ ഉയർപ്പിച്ചത്. ആ ദൈവത്തിൻ്റെ ശക്തി അതിവർക്ക് അറിഞ്ഞുകൂടാ. മരിച്ചു കിടക്കുന്ന നമ്മളെ ഉയർപ്പിക്കാനുള്ള ശക്തി ദൈവത്തിനുണ്ടെന്ന് ഇവർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാതെ കൊണ്ടല്ലോ തെറ്റിപ്പോകുന്നത്. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വിവാഹം കഴിക്കുകയില്ല, വിവാഹത്തിന് കൊടുക്കുകയില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആയിരിക്കും. എന്നാൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിനെക്കുറിച്ച് മോശയുടെ പുസ്തകത്തിൽ മുൾപ്പടർപ്പ് ഭാഗത്ത് ദൈവം അവനോട്, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവും എന്ന് അരുളി ചെയ്ത പ്രകാരം നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവം അത്രേ. നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നതുമാണ്. ജീവനുള്ള ദൈവമാണ് തൻ്റെ പുത്രനെ അയച്ചത്. പത്രോസ് പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. അപ്പോൾ ജീവനുള്ള ദൈവത്തിനാണ് ഈ പുത്രൻ ഉള്ളത്. അതാണ് യേശു പറയുന്നത്. ജീവനുള്ള ദൈവം ജീവനുള്ളവരുടെയും ദൈവമാണ്, അല്ല മരിച്ചവരുടെ ദൈവമല്ല. അതിനർത്ഥം അബ്രഹാം, ഇസാക്കും യാക്കോബൊക്കെ മരിച്ചുപോയി, പക്ഷേ ദൈവം ഇപ്പോഴവരെ ജീവനുള്ളതെന്ന് പറയാൻ അവർ ഉയർത്തെഴുന്നേൽക്കുന്നവരാണ്.
അത് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് യേശു അങ്ങനെ പറയുന്നത്. ഇവരാണ് ഈ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കാത്തവരുമാണ്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ യേശുനാഥൻ അവരോട് ഉത്തരം പറഞ്ഞു. അടുത്ത ഭാഗം, ലാസ്റ്റ് ഭാഗത്തിലേക്ക് നമ്മൾ എത്തും. ഏറ്റവും വലിയ കൽപ്പന നമുക്കറിയാം. ഏറ്റവും വലിയ കൽപ്പന എന്താണെന്ന്, നിൻ്റെ അത് ക്ഷമ എന്ന് അറിയപ്പെടുന്ന ആവർത്തന പുസ്തകത്തിലെ ഒരു ഭാഗത്തിൽ നിന്നുള്ളതാണ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4 തുടങ്ങി നമുക്ക് അറിയാം. നമുക്കത് വായിക്കാം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4 തുടങ്ങി. ഇസ്രായേലേ കേൾക്കുക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കും. ഇതാണ് ഏറ്റവും വലിയ കൽപ്പന എന്ന് യേശു പറയുകയാണ്. നമ്മുടെ പൂർണ്ണ ശക്തി, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ഹൃദയം, എല്ലാം. ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മുടെ വികാരങ്ങളെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളെയെല്ലാം അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ശാരീരികമായിട്ടുള്ള ശക്തി. ഇതെല്ലാം നമ്മൾ ദൈവത്തെ സ്നേഹിക്കാനായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ യേശു ഒന്നും കൂടെ കൂട്ടിച്ചേർത്ത് നിൻ്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ സ്നേഹം എന്നുള്ള വാക്ക് 2 വിഭാഗക്കാർ തമ്മിലുള്ള പുരാതന കരാറുകളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ കരാറ് ഉറപ്പാകണമെങ്കിൽ വിശ്വസ്തത ഉണ്ടാക്കണം. 2 സൈഡിൽ നിന്നുള്ള വിശ്വസ്തത അവിടെ ഉണ്ടായിരിക്കണം. അതാണ് അവിടെ കാണിക്കുന്നത്. ഇത് ചോദിച്ച ആൾ, ഏതാണ് ഏറ്റവും വലിയ കൽപ്പന എന്ന് ചോദിച്ച ആൾ ഒരു ശാസ്ത്രിയാണ് അവരുടെ. പക്ഷെ ആ ശാസ്ത്രി മറ്റുള്ളവരെ പോലെ അല്ലായിരുന്നു. അതാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ ഭാഗം വരെയും, ഈ 12-ാം അധ്യായം ഈ ഭാഗം വരെയും മതനേതാക്കളിൽ പലരും, അധികം പേരും യേശുവിനോട് ശത്രുതയുള്ളവരായിരുന്നു. യേശുവിനെ എങ്ങനെയും കൊടുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വന്ന് ചോദിക്കുന്നവരായിരുന്നു. പക്ഷേ ഈ ഒരു ചോദ്യം ചോദിച്ചത് ആൾ, ഏറ്റവും വലിയ കൽപ്പന എന്ന ആൾ ചോദിച്ചത് ശാസ്ത്രിമാരിൽ ഒരുവനാണ്. അടുത്ത് വന്ന് അവൻ ഈ സദൂക്യരുമായിട്ട് തർക്കിക്കുന്നത് കേട്ടിട്ട് അവനോട് ഉത്തരം പറഞ്ഞു. അവരോട് നല്ലവണ്ണം യേശു ഉത്തരം പറഞ്ഞത് കേട്ടിട്ടാണ് ഈ ശാസ്ത്രി വന്ന് ചോദിക്കുന്നത്. അപ്പോൾ യേശു അതെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു, 2 കൽപ്പനയെക്കുറിച്ചും. അത് കഴിഞ്ഞപ്പോൾ ആ ശാസ്ത്രി അവനോട്, ഗുരുവോ, നീ പറഞ്ഞത് സത്യം തന്നെ, ഏകനേയുള്ളൂ, അവനല്ലാതെ മറ്റൊരുത്തനുമില്ല. അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നത്, തന്നെ പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നത് സകല സർവാംഗ ഹോമങ്ങളെക്കാളും യാഗങ്ങളെക്കാളും സാരമേറിയതും തന്നെയെന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അവനെ ഒരിക്കലും യേശുവിനെ കൊടുക്കാനായിട്ടല്ല, അവന് ശരിക്കും സത്യം അറിയാൻ വേണ്ടി തന്നെ ചോദിച്ച ഒരു നല്ല ഒരു ശാസ്ത്രിയായിരുന്നു അത്. അപ്പോൾ അവനോട് യേശു ഉത്തരം പറഞ്ഞത്, അവൻ ബുദ്ധിയോടെ ഉത്തരം പറഞ്ഞെന്ന് യേശു കണ്ടിട്ട്, നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിൻ്റെ ശേഷം അവനോട് ആരും ഒന്നും ചോദിക്കുവാൻ തുനിഞ്ഞില്ല. അതോടുകൂടി 9-ാം അധ്യായത്തിൽ, അല്ലെങ്കിൽ മർക്കോസിൻ്റെ സുവിശേഷം 11-ഉം 12-ഉം അധ്യായത്തിലുള്ള എല്ലാ വിവാദങ്ങളും, 6 വിവാദങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ പഠിച്ചു. ഓരോ വിവാദത്തിലും യേശു തരുന്ന നിർദ്ദേശങ്ങൾ, യേശു തരുന്ന മറുപടികൾ നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിലും പ്രായോഗിക ജീവിതത്തിലും എല്ലാം വളരെയധികം ഗുണം ചെയ്യുന്ന മറുപടികളായിരുന്നു. അത് നമ്മൾ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കാനായിട്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അടിയങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഇന്ന് അടിയങ്ങൾ പഠിച്ച ഈ പാഠങ്ങൾ അടിയങ്ങളുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവ മക്കളായിട്ട് ജീവിക്കാൻ അനുഗ്രഹിക്കണം. യേശുവപ്പൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.